ഹായ് ഓൾ വെൽക്കം ടു ഹൊനാമി ക്രിയേഷൻസ്. ഒരു കൺട്രിയുടെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ആ കൺട്രിയുടെ വേസ്റ്റ് എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതോട് കൂടിയിട്ടാണ് അല്ലേ. ഇവിടെ ജപ്പാനിൽ വേസ്റ്റ് മാനേജ്മെന്റ് വളരെ ക്ലീൻ ആൻഡ് ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടിലെ പഞ്ചായത്ത് പോലെ ഇവിടെ വാർഡ് ഓഫീസുകളുണ്ട്. ആ വാർഡ് ഓഫീസ് നമുക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന പല പല ഗോമി കളക്ഷൻ പോയിന്റുകളുണ്ട്. ബൈ ദ വേ, ഗോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേസ്റ്റ് എന്നാണ് മീനിങ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഗോമി കളക്ഷൻ പോയിന്റുകളിൽ ഏതൊക്കെ വേസ്റ്റ് എന്നൊക്കെയാണ് ഡിസ്പോസ് ചെയ്യേണ്ടതെന്ന് അവിടെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് പോയിട്ട് ചെയ്താൽ മതി. പക്ഷെ ഞങ്ങൾ റെൻ്റൽ അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്നുണ്ട്. ഈ അപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ ആ അപ്പാർട്ട്മെൻറ്റിൻ്റേതായിട്ടുള്ളൊരു കളക്ഷൻ യൂണിറ്റ് കാണും. അപ്പോൾ ഞങ്ങളുടെ ബിൽഡിങ്ങിലൊക്കെ നേരെ താഴെ ഇതിൻ്റെ ഒരു കളക്ഷൻ ഏരിയ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് ഓരോ ഗോമികളും സെഗ്രിഗേറ്റ് ചെയ്തിട്ടാൽ മതി. നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ താഴെ ഈ ഗോമി കളക്ഷൻ ഏരിയകളിൽ നമുക്ക് ഏത് ദിവസം വേണമെങ്കിലും ഗോമികൾ കൊണ്ടിടാം. അത് ചെറിയ ഗോമികൾ മാത്രമേ നമുക്ക് ഇടാൻ പറ്റത്തുള്ളൂ. നമ്മൾ അവിടെ കൊണ്ടിടുന്ന ഗോമികൾ ഇവിടെ അതിൻ്റെതായ വർക്കേഴ്സ് ഉണ്ട്. അവർ വണ്ടികൾ വരുമ്പോൾ അവരതിൽ കയറ്റി വിട്ട് ഡിസ്പോസ് ചെയ്തോളും. പക്ഷേ നമുക്ക് ഈ വലിയ ഗോമികൾ, സ്വതായി ഗോമി എന്നാണ് ഈ വലിയ ഗോമികൾക്ക് പറയുന്നത്. അതായത് ബെഡ്, സോഫ, നമ്മുടെ മാട്രസ്, ഇങ്ങനെയുള്ള വലിയ വലിയ ഗോമികൾ നമുക്ക് ഏത് ദിവസം വേണേലും കൊണ്ടിടാൻ പറ്റില്ല. അതിന് അതിൻ്റെതായ കളക്ടിങ് ഡേയ്സ് ഉണ്ട്. അന്ന് മാത്രമേ നമുക്ക് കൊണ്ടിടാൻ പറ്റുള്ളൂ. ഇനി നമ്മളത് വെറുതെ കൊണ്ട് താഴെ വെക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള വലിയ ഗോമികൾ ഡിസ്പോസ് ചെയ്യണമെങ്കിൽ 3 രീതിയിലാണ് നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്നത്. അതിൽ ഒന്നെന്ന് പറയുന്നത് നമുക്ക് ഓൺലൈൻ വഴി ആർക്കെങ്കിലും ഇത് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് നമുക്കിത് കൊടുക്കാൻ പറ്റും. നമുക്ക് ചെറിയൊരു എമൗണ്ട് അവരുടെ കയ്യിൽ നിന്ന് മേടിച്ചുകൊണ്ട്. സെക്കൻഡ് എന്ന് പറയുന്നത് നമുക്ക് ഏതെങ്കിലും റീസൈക്കിൾ ഷോപ്പിൽ കൊണ്ട് കൊടുക്കാം. അവരും ചെറിയൊരു എമൗണ്ട് നമുക്ക് തരും. അവരത് അവിടെ എടുത്ത് വെച്ചിട്ട് അത് റീസെല് ചെയ്തോളും. പക്ഷെ നമ്മൾ കൊടുക്കുന്ന സാധനം അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാധനമായിരിക്കണം, യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമായിരിക്കണം. പക്ഷെ നമുക്ക് യൂസ് ചെയ്യാൻ അധികം പറ്റാത്ത സാധനങ്ങൾ നമ്മൾ അങ്ങോട്ട് പൈസ കൊടുത്ത് ഡിസ്പോസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ ഇരിക്കുന്ന ഇത് ഒരു ബെഡ് കം സോഫയാണ്. അപ്പം ഇത് നമുക്ക് ഡിസ്പോസ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയുള്ള ഗോമികൾ ഡിസ്പോസ് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടുത്തെ വാർഡ് ഓഫീസിൽ വിളിച്ച് ഇതിൻ്റെ മെഷർമെൻറ്റ് കൊടുത്തു കഴിയുമ്പോൾ അവർ നമുക്ക് AB അങ്ങനെ 2 ലെറ്റേഴ്സിൽ നമുക്ക് ഓരോ സ്റ്റിക്കർ മേടിക്കണം. അതപ്പോൾ എത്ര സ്റ്റിക്കറാണ് മേടിക്കേണ്ടതെന്ന് അവർ നമുക്ക് ഇൻഫോം ചെയ്യും. അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ നിയർ ബൈ ഒരു കൺവീനിയൻസ് സ്റ്റോറിൽ പോയിട്ട് എത്ര സ്റ്റിക്കറാണ്, ഏത് ലെറ്ററാണ് അവർ പറഞ്ഞിരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സ്റ്റിക്കേഴ്സ് കൺവീനിയൻസ് സ്റ്റോറുകാർ നമുക്ക് തരും. അതിൻ്റെ എമൗണ്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഈ ബെഡേൽ അത് ഒട്ടിക്കണം. അപ്പോൾ ഇത് എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യണത്, നമുക്കിനി ഇതിൻ്റെ ബാക്കി പ്രൊസീജിയർ എന്താണെന്നുള്ളത് നോക്കാം. നമ്മൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വാർഡ് ഓഫീസിൽ വിളിച്ച് ഇതിൻ്റെ മെഷർമെൻറ്റ് അവർക്ക് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കൺവീനിയൻസ് സ്റ്റോറിൽ പോയിട്ട് ഇതിൻ്റെ സ്റ്റിക്കർ മേടിക്കാം. അപ്പോൾ അത് എങ്ങനെയാണെന്ന് ഇവിടെ നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ നമ്മുടെ കിച്ചൺ ഗോമിയൊക്കെ ഇടുന്ന സ്ഥലം. ഇവിടെ ഇങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്ത് കിച്ചൺ ഗോമിയിൽ തന്നെ നമ്മുടെ ഓയിലിൻ്റെ ഒക്കെ ക്യാൻ ഉണ്ടല്ലോ, അത് നമുക്കിങ്ങനെ ഇവിടെ ഇടാൻ പറ്റില്ല. അതൊക്കെ സെപ്പറേറ്റ് ഇടാൻ വേണ്ടിയിട്ട് ഓരോരോ ബിൻ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ കത്തിക്ക് ഉണ്ടാത്തതായിട്ടുള്ള സാധനങ്ങൾ, ബാറ്ററി, നമ്മുടെ സ്പ്രേ ബോട്ടിൽ, അതൊക്കെ ഇടാനായിട്ടുള്ള സാധനങ്ങൾ, അങ്ങനെ അതിവിടെ ഇവർ സെഗ്രിഗേറ്റ് ചെയ്ത് പ്ലാസ്റ്റിക് മാത്രം ഇടാനുള്ളത് അങ്ങനെയായിട്ട് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇനി ബിന്നും ബോട്ടിൽസും ഒക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് ഇപ്പുറത്ത് വേറെ സ്ഥലം. ഇത് കണ്ടോ, ഇവിടെയായിട്ട് ബിന്നും സാധനങ്ങളും ഒക്കെ എടുത്ത് ഇവര് വെച്ചിട്ടുണ്ട്. ഗ്ലാസ് ബോട്ടിൽസും സാധനങ്ങളും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പെറ്റ് ബോട്ടിൽസ്, വെള്ളം കുടിക്കുന്ന ബോട്ടിൽസ്, അതെല്ലാം സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ക്യാപ്പ് വരെ ഊരി മാറ്റി വെച്ചിട്ടാണ് ഇവിടെ നമ്മൾ ഈ സാധനങ്ങളെല്ലാം കൊണ്ടിടേണ്ടത് കേട്ടോ. സ്വതായി ഗോമി B3A2. Okay. ഇതാണ് കേട്ടോ ഇതിൽ നമ്മൾ ഒട്ടിക്കാനുള്ള സ്റ്റിക്കർ. 300-ന്റെ 3 എണ്ണവും 200-ന്റെ 2 എണ്ണവും. ഇനി ഇത് നമ്മളിങ്ങനെ കാണുന്ന പോലെ ഒട്ടിച്ച് വെക്കുക ചെയ്യേണ്ടത്. ഇതിൽ നമ്മൾ സ്റ്റിക്കർ എല്ലാം ഒട്ടിച്ചു. നമ്മൾ ഗോമിയരെ കാണിച്ചില്ലേ, അവിടെ കൊണ്ടുപോയിട്ട് ഈ സാധനം വെച്ചാൽ മതി. ഇവർ നാളെയാണ് ഇത് കളക്ട് ചെയ്യുന്ന ഡേറ്റ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നാളെ താഴേന്ന് അവർ കളക്ട് ചെയ്ത് കൊണ്ടുപോയിക്കോളൂ. ദോഗാവ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇതിൻ്റെ ഓഫീസ് ഉണ്ട്. അവിടെ നമ്മൾ ഡയറക്റ്റ് നമ്മുടെ കാറിൽ വല്ലതും ആക്കി കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഈ 1300 ആവില്ല, അതിലും കുറച്ച് എമൗണ്ടേ ആവത്തുള്ളൂ. ഇപ്പം ഞങ്ങൾ ഇവിടെ ഈ സ്റ്റിക്കർ എല്ലാം ഒട്ടിച്ചിരിക്കുകയാണ്. ഒട്ടിച്ചിട്ട് ഈ സാധനം ഇനി ഇവിടെ വെച്ചിട്ട് പോവും. നാളെ ഇവിടുത്തെ ആൾക്കാർ വരുമ്പോൾ അവർ ഈ വലിയ ഗോമിയുടെ വണ്ടി വരുമ്പോഴത്തേനും ആ ട്രക്കിൽ ഈ സാധനം കയറ്റി വിട്ടോളൂ. അപ്പോൾ അത്ര തന്നെയാണ് ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെൻറ്റ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.